ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഒരു ചെറിയ ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചേർക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പിലയും ചേർത്ത് വേവിക്കാൻ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി അരച്ചത് ചേർക്കും. ഇത് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉള്ളി, മുളക്, കറിവേപ്പില ഇട്ട് കടുക് വറുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ ലേശം ഇട്ട് തിരുമിയാണ് അടപ്പേ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്ക വേവിക്കാൻ വെക്കാം. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് അടച്ചു വെച്ച് ഒന്നാവി കയറിയാൽ മതി. നമ്മുടെ ചക്ക ഇവിടെ നന്നായിട്ട് ആവി കയറി നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമ്മളിതിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. കടുക് വറുത്ത് നമ്മൾ ചേർക്കും. ഇനി നമ്മളിത് ഈ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലേശം കടുക് വറുത്ത് ഒഴിക്കാം. നമ്മൾ ചട്ടി വയ്ക്കും. ചട്ടിയിലേക്ക് നമ്മൾ കുറച്ചെണ്ണ ഒഴിക്കും. കുറച്ചെണ്ണ മതി, കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒന്ന് കടുക് പൊട്ടി ഈ വറയൊന്ന് മൂക്കാൻ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. ഇനി നമ്മളിതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങി. ഇനി നമ്മൾ ഉള്ളി അങ്ങോട്ട് കൊടുക്കണം. ഉള്ളി കറിവേപ്പില നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് വയ്യ വാടി കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇതിലേക്ക് കൂടെ ഇട്ടുമ്പോൾ ഇനി നമ്മളിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഏത് കറിയാണെങ്കിലും ഉണക്കമുളക് ഇടുമ്പോൾ അതൊരു പ്രത്യേക ഇതാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ലതുമാണ്. നമ്മൾ ഈ ഉണക്കമുളക് നന്നായിട്ട് ചുമന്ന് വരട്ടെ.
അപ്പോൾ നമ്മുടെ ഉണക്കമുളകും ഉള്ളി കറിവേപ്പില ഇവിടെ മൂത്ത്. ഇനി നമ്മളിത് പുഴുക്കിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ നല്ലതുപോലെ കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ചക്കപ്പുഴുക്ക് നല്ലതുപോലെ കുഴഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട് ചക്കപ്പുഴുക്ക്. ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ചിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കറി കൂടാതെ ഇത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. മത്തിക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. നമ്മൾ താഴെ ഇറക്കി വെക്കുന്നു. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ഇനി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം. അതുപോലെ മക്കളെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.